രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അർജുൻ പവർ റൂമിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഒരു മെയിൻ അപ്ഡേറ്റ്. ഇപ്പോഴുള്ള പവർ ടീമിന് ഒരു പവർ പോരാ, കാരണം 2 പേരേ ഉള്ളൂ, അംഗബലം കുറവാണ്. ഇതിലേക്ക് ഒരാളെ കൂടി കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ഇത് പറഞ്ഞാണ് അവരോട് 2 പേരോടും തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ടണൽ ടീമിൽ നിന്ന് യമുന ആദ്യം തന്നെ കൈപൊക്കി. യമുനയാണ് ടണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്തത്. നെക്സ്റ്റ് ടീമിൽ നിന്ന് ശരണ്യ പോയി, പിന്നെ ഡെൻ ടീമിൽ നിന്നും അർജുൻ. 3 പേരിൽ ആരെ തെരഞ്ഞെടുക്കണമെന്ന് ജിൻഡോയ് റസ്മിന്റെ റൂമിൽ പോയിരുന്ന് ചർച്ച ചെയ്യണമായിരുന്നു. ജിൻഡോയ്ക്ക് യമുനേനെ എടുക്കാനായിരുന്നു താല്പര്യം. സെക്കൻഡ് ഓപ്ഷൻ ശരണ്യായിരുന്നു, തേർഡ് ഓപ്ഷൻ ആയിരുന്നു അർജുൻ. ഇതിന് ക്ലിയർ ആയിട്ട് ഒരു കാരണമുണ്ട് ജിൻഡോയ്ക്ക് പറയാൻ. ഈ വരുന്ന ആഴ്ചയും നമ്മൾ ഇവരുമായിട്ട് മത്സരിക്കേണ്ടി വരും. ഏറ്റവും അവസാനത്തെ ചാലഞ്ച് ടാസ്ക് പവർ ടീമുമായിട്ടാണ് ഇവർ മത്സരിക്കേണ്ടത്. ഈ വരുന്ന ടാസ്ക് ഏതാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ടാസ്ക് ആയിരിക്കുമെന്ന് ആരെ കൊണ്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്സ് റിലേറ്റഡ് ടാസ്ക് ആയിരിക്കാം, ഫിസിക്കൽ ടാസ്ക് ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ നമ്മുടെ മല്ലിക പറയുകയാണ്, അർജുനെ എടുത്താൽ ആർട്സിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ജിൻഡോയുടെ ഒരു ദീർഘവീക്ഷണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഒരു 4-5 ദിവസം മുമ്പിലേക്കാണ് ജിൻഡോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി വെക്കുന്നത്. എന്നിട്ടാണ് ജിൻഡോ അവിടെ കളിക്കുന്നത്. ജിൻഡോ എത്ര കണ്ണിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എത്ര സ്മാർട്ട് ആണെന്ന് മനസ്സിലാക്കണം. എന്തായാലും അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലൊരു ഗെയിമില്ല. ഇനി റസ്മിൻ പറഞ്ഞതിലേക്ക് വന്നാൽ ജിൻഡോയുടെ സ്ട്രേറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു റസ്മിന്. പരിധിയിൽ നിൽക്കുന്ന ആളുകളെയാണ് റസ്മിൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ ജാസ്മിനോ ഗബ്രിയോ വല്ലോട്ടെ ഉറപ്പായിട്ട് അവരെ പ്രിഫർ ചെയ്യുള്ളായിരുന്നുള്ളൂ. അർജുനെ എളുപ്പത്തിൽ റസ്മിനെ നാക്കുകൊണ്ട് അടിച്ചിടാം, അതാണ് അർജുനെ തിരഞ്ഞെടുക്കാൻ റസ്മിൻ ചുക്കാൻ പിടിച്ചത്. എന്നിട്ട് എങ്ങനെയൊക്കെയോ റസ്മിൻ അതിൽ വിജയിക്കുന്നുണ്ട്. അർജുനെ തിരഞ്ഞെടുക്കാൻ ജിൻഡോനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അർജുൻ വീണ്ടും പവർ റൂമിലേക്ക് കയറുന്നു 2 ആഴ്ചയ്ക്ക് ശേഷം. അൻസിബ ഡെൻ ടീമിലേക്ക് കയറുന്നു ഋഷിക്ക് കൂട്ടായിട്ട്. ജാൻമണി ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നു. ഇത്രയുമായിരുന്നു മെയിൻ അപ്ഡേറ്റുകൾ.